ഞങ്ങൾ ഡെന്നിസ് സാറിന്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സുരേഷ് ബാബു സാറിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഈ 8 സിനിമകൾ ഉണ്ടെന്നോ? 8 സിനിമ, പിന്നെ ഒരു 5 സിനിമ നടക്കാതെ പോയിട്ടുണ്ട്. നടക്കാതെ പോയ 5 സിനിമകൾ പ്ലാൻ ചെയ്ത് എഡ്ജ് വരെ വന്നിട്ട് നടക്കാതെ പോയിട്ടുണ്ട്. ആദ്യം ഒന്നിച്ച് ചെയ്ത പടം കോട്ടയം കുഞ്ചനാണോ? കോട്ടയം കുഞ്ചിന് മുമ്പ് ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്. അതായത് ശംഖുനാഥം എന്ന പടത്തില് മമ്മൂക്കയുടെ പോർഷൻസ് മുഴുവൻ എഴുതിയത് ഡെന്നിസ് ജോസഫാണ്. അത് 2 ഷെഡ്യൂളായിട്ടായിരുന്നു. അത് പാപ്പനം കൊണ്ട് ലക്ഷ്മണൻ ചേട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. മമ്മൂക്ക അതിനകത്ത് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം സെക്കൻഡ് ഷെഡ്യൂളാക്കി. അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു ബലം വേണം തോന്നി, മൊത്തം ഒരു ആക്ഷനൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്കയാണ് വിളിച്ച് ഡെന്നിസിനോട് സജസ്റ്റ് ചെയ്തത്. ഡെന്നിസ് 2 ദിവസം കൊണ്ട് ഫുൾ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ പോർഷൻ മുഴുവൻ എഴുതി തന്നു. ഫുൾ സെക്കൻഡ് ഹാഫ് ഫുള്ളായിട്ട് ഒരു നടന്റെ പോർഷൻ മാത്രം എഴുതി ഡെന്നിസ് സാറാണ്. അതെ, സെക്കൻഡ് ഹാഫ് ഫുള്ള് മമ്മൂക്കയുടെ പോർഷൻ 2 ദിവസം കൊണ്ട് എഴുതി തന്നു. 2 ദിവസം. അത് കഴിഞ്ഞ് കോട്ടയം കുഞ്ചനാണ്. അതെ, ഞങ്ങൾ പോയി വർക്ക് ചെയ്തത്. അതെ, അന്ന് സമയത്തെ നമ്മൾ മമ്മൂക്ക അന്ന് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളും സെറ്റപ്പുകളും വെച്ചിട്ടും ഡെന്നിസ് സാർ അന്ന് എഴുതിയിരുന്ന സിനിമകൾ നമ്മൾ ആ സിനിമകൾ പരിശോധിച്ച പലതും മാസ് സിനിമകൾ പോലുള്ള സിനിമകളൊക്കെയാണ്. ആ സമയത്ത് കോട്ടയം കുഞ്ഞച്ചൻ സത്യത്തിലൊരു റിസ്ക് ആയിരുന്നല്ലോ. ഇറങ്ങുന്നതിന് മുമ്പ് വിജയിച്ചപ്പം എല്ലാ റിസ്കുകളും നമ്മൾ തരണം ചെയ്തു, സമ്മതിച്ചു. എനിക്ക് തോന്നുന്നത് ഈ KT കുഞ്ഞുൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന് മുമ്പ് ആദ്യം പ്രൊഡ്യൂസറിന്റെ പേരിടുന്ന ഒരു പ്രൊഡ്യൂസറാണ് എം മണി. അത് കഴിഞ്ഞ ഡയറക്ടറിന്റെ പേര് പല പടങ്ങളിലും അന്ന് പോസ്റ്ററി കണ്ടിട്ടുള്ളൂ അല്ലേ, സുനിത പ്രൊഡക്ഷൻസ്. ഇതും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ, അത്തരത്തിലുള്ളൊരു പ്രൊഡ്യൂസർ മമ്മൂക്ക, ഡെന്നിസ് സാറ്, ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അത്രയും ജോവിയലായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഡെന്നിസ് സാറും സുരേഷ് ബാബു സാറും എങ്ങനെയാണ് എത്തിയത്? അതെ, ആക്ച്വലി ഞാനൊരു 3-4 പടം ചെയ്തു. ലാസ്റ്റ് പടമാണ് ഈ ശംഖുനാഥം. അതിലെ ഏറ്റവും രസം, എൻ്റെ എല്ലാ പടത്തിലും വലിയ വലിയ താരങ്ങളാണ്. മമ്മൂക്ക, മോഹൻലാൽ, നസീർ സാറെ ഒക്കെ വെച്ച് ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു നല്ല ഗ്യാപ്പ് വേണം. അപ്പോൾ മമ്മൂക്ക വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ ഗ്യാപ്പ് ഇടുന്നത്, നല്ല ഗ്യാപ്പ് വീടുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അങ്ങനെയാണ് ഒരു കാര്യം 2 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് വന്നു. നേരെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പറഞ്ഞു, ബാബുവിനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ശംഖുനാഥത്തിൻ്റെ കറക്ഷനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു, ഉഗ്രൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. മമ്മൂക്ക പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ഡെന്നിസ് സാർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് മമ്മൂക്കയും കാണിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉടനെ എഴുതും എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, മമ്മൂക്ക പൊയ്ക്കോ, മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരാം, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ മമ്മൂക്ക പോയാണ് ഡെന്നിസ് എന്നോട് പറഞ്ഞത്, ഡെന്നിസിനൊന്ന് 10 പടം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. 10 പടം. കാരണം എല്ലാ വലിയ ഡയറക്ടേഴ്സും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ തുടങ്ങാൻ നിൽക്കുകയാണ്. ഇൻക്ലൂഡിങ് ശശിയേട്ടൻ, IV ശശിയേട്ടൻ, ഹരൻ സാറ്, ഭരതേട്ടൻ, ജോർജ് സാറ്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. രജനീകാന്ത് വരെ. അത് അടുത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അത് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മമ്മൂക്ക ഡെന്നിസ് എന്നോട് ചോദിച്ചു. ഡെന്നിസ് പറഞ്ഞു, ഇതുപോലെ ഞാൻ മമ്മൂക്കയോട് ചോദിക്കുകയാണ്, ഈ പ്രോജക്റ്റ് നടക്കുമോ? നടന്നാൽ ഞാൻ എഴുതാനിരിക്കാം, കാരണം ബാബുവിനെ എനിക്ക് ഇഷ്ടമാണ്, മമ്മൂക്കയ്ക്ക് അത്രയും തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എഴുതാനിരിക്കാം. അതാണ് മമ്മൂക്കയോടൊക്കെ ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു, വെരി സീരിയസ്, ഈ പ്രോജക്റ്റ് നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ പടമുണ്ട്. അത് രജനീകാന്ത്, മമ്മൂക്ക, വെൺമേഘ ഹംസങ്ങൾ എന്ന് പറഞ്ഞ പടം പ്രോജക്റ്റ്. ആര് ഡയറക്ഷൻ? ഡെന്നിസ് ജോസഫ്. ഇത് ഞാൻ ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് കേൾക്കാം. ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. രജനീകാന്തും മമ്മൂക്കയും കൂടെ ഉള്ള ഒരു പാട്ടം ഡയറക്റ്റ് ചെയ്യാൻ ദേവേട്ടൻ അറിയായിരുന്നു? ഇല്ല, എനിക്കറിയില്ല. അവിടെ ബാബുചേട്ടനോ? എനിക്കറിയാം. ഞാൻ പക്ഷെ ഇത്ര ഈ കാസ്റ്റിംഗ് ഇങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു കഥയുടെ ഒരു ത്രെഡ് കൊടുത്തത് മോഹൻജിയാണ്. അദ്ദേഹം പറയാത്തതാണ്. ഒരു സ്ഥലത്ത് നിന്നൊക്കെ കണ്ട് ഒരു ഇംഗ്ലീഷ് പടത്തിൽ നിന്നൊക്കെ കൊണ്ട് കൊടുത്തത് അദ്ദേഹമാണ്. അതെ. എന്തെല്ലാം കഥകളാ. അല്ല, എന്താ ഡെന്നിസിന്റെ പല സിനിമകൾക്കും പല ത്രെഡുകൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാത്തതാണ്. ഡെന്നിസ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ഫ്രെയിമുണ്ട്, കാര്യങ്ങളുണ്ട്. കണ്ടമാനം നോവൽ വായിക്കും. ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന നോവലേ ഡെന്നിസ് വായിക്കുള്ളൂ. ഇദ്ദേഹം മുഴുവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. മോഹൻജി അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ആ ഒരു പടം ഡയറക്ഷനുണ്ട്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, വേണമെങ്കിൽ തള്ളി വയ്ക്കാം, അടുത്തത് നമ്മുടെ എഴുതാതിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞു. കുറേ 2-3 ത്രെഡുകൾ എൻ്റെ ഒക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം ഹെവി കോസ്റ്റ്ലിയാണ്. അന്ന് ഞാൻ വളരെ ആവറേജായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ മണി സാറ് ഓൾറെഡി എൻ്റെ ഒക്കെ ഒരു പടം ചെയ്യണമെന്ന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഓൾറെഡി എൻ്റെ ഒക്കെ ഒരു അഡ്വാൻസ് കിടപ്പുണ്ടായിരുന്നു. അതിനു മുമ്പേ പൊന്നും കുടത്തിന് പൊട്ടുന്ന ഒരു പടം അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എനിക്കൊരു പടം എന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞാനും ഡെന്നിസും കൂടെ ഇരുന്ന് ഒരു 3-4 ത്രെഡ് കഴിഞ്ഞ് ഇങ്ങനെ പടം ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആണല്ലോ, എല്ലാം ഹെവി കോസ്റ്റ്ലി സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് സംഘം ഒന്ന് ഇറങ്ങി. അപ്പോൾ ഡെന്നിസിന് ഞങ്ങൾ രണ്ടുപേരും സംഘം ഒന്ന് കാണാൻ പോയത്. പക്ഷേ എൻ്റെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുഴപ്പം. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു.
അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് സംഘംമാതിരി ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു നോവൽ എടുത്തിൻ്റെ തന്നു. അതാണ് മുട്ടത്ത് വർഗീസ് സാറിൻ്റെ വേലി എന്നുള്ള നോവൽ. അത് ഞാൻ വായിച്ചിട്ട് എൻ്റെ പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെന്നീസേ, നിങ്ങൾ എല്ലാ പടങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ഹിറ്റാണ്, എൻ്റെ എല്ലാ പടങ്ങളും ആവറേജാണ്. അടുത്ത സിനിമ സക്സസ് ആണെങ്കിൽ ഞാൻ TS സുരേഷ് ബാബു ഫിലിമിലുണ്ട്. കാരണം 40 പടത്തോളം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ. എനിക്ക് വേറെ പണി അറിയില്ല. ഇനി ഈ 4 പടം ഡയറക്റ്റ് ചെയ്തിട്ട് ഇനി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകാനും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ മമ്മൂക്ക അടക്കമുള്ള ആൾക്കാരെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രോജക്റ്റ് നിങ്ങൾ ഫൈനൽ ചെയ്യുക, നിങ്ങൾക്ക് ഓടും എന്ന് തോന്നുന്ന ഒരു ഫൈനൽ ചെയ്ത് എനിക്കൊരു സബ്ജക്റ്റ് തരിക. ഇത് നന്നായാൽ സുരേഷ് ബാബു ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ നെക്സ്റ്റ് ഡേ പറഞ്ഞു ഫുൾ ഗ്യാരണ്ടി, നമുക്കിത് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വേലി കോട്ടയം കുഞ്ഞച്ചനായി ടൈറ്റിൽ വിട്ടത് ഡെന്നിസ് ജോസഫാണ്. കോട്ടയം കുഞ്ഞച്ചൻ വേലിയാക്കി ഈ വേലിയെ കൺവെർട്ട് ചെയ്ത് കുട്ടപ്പായിയെ പോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരാളെ തന്നെ തന്നു. അന്ന് ഏറ്റവും രസം ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഡെന്നിസ് പറഞ്ഞു ഒരു കാര്യം ബാബുവിനോട് പറയാനുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. റിലീസ് കഴിഞ്ഞിട്ട് പറയാം. അത് ഇടയ്ക്ക് ചോദിച്ചിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയും. അദ്ദേഹത്തെ ചേട്ടൻ്റെ കാര്യം പറയും, ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയും, സാറിൻ്റെ കാര്യം എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിന് വേണ്ടി എനിക്ക് ഒരു പടം പറഞ്ഞ് കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ട് ഞാൻ സാറിന് ഒരു പടം, ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റ് അല്ല, എന്നിട്ട് പോലും ബാബു സാറിൻ്റെ കാര്യം പറയാറുണ്ട്.